വല്യപ്പച്ചി, എനിക്ക് ഇതുപോലത്തെ ഒരു തൊപ്പി വാങ്ങി തരൂ. ഇത് ആരാന്നറിയോ എനിക്ക്? വല്യപ്പച്ചിന്റെ ഉസ്താദല്ലേ? കള്ളാ, ആരാ എനിക്കിത് പറഞ്ഞു തന്നത്? ഉസ്താദല്ല, നായകനാ. ഈ നാടിൻ്റെ നവോത്ഥാന നായകൻ. പണ്ടൊക്കെ കിലോമീറ്ററോളം നടന്നിട്ടായി ഉപ്പാപ്പ സ്കൂളിൽ പോയത്. കിലോമീറ്ററോളം. ഇപ്പം നമ്മളെ നാട്ടിൽ മുഴുവൻ കോളേജും സ്കൂളൊക്കെ ഉണ്ടായില്ലേ? ആരാ അതൊക്കെ ഉണ്ടാക്കിയെന്നാ എൻ്റെ വിചാരം? CH അല്ലേ? വിദ്യ കൊണ്ട് മുന്നിലെത്തിയാലേ സമുദായത്തിന് രക്ഷയുള്ളൂന്ന് അന്നത്തെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു. CH അഭിനയ പറഞ്ഞത് മാത്രമല്ല, പറഞ്ഞതൊക്കെ നടപ്പിലാക്കുകയും ചെയ്തു. 10ാം ക്ലാസ് വിദ്യാഭ്യാസം സൗജന്യമാക്കി. പെൺകുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് കൊടുത്തു. ഇപ്പോ പഠിപ്പില്ലാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മളെ നാട്ടിലുണ്ടോ? അങ്ങനെ പടിപടിയായി CH ഈ നാടിനെ ആകെ മാറ്റി. വല്യപ്പച്ചി CHനെ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരിക്കൽ CHന്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഉപ്പാപ്പാക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എന്തൊരു പവറാ വാക്കിന്. CHന്റെ പ്രസംഗം കേൾക്കാൻ നാട്ടിൽ നിന്ന് മുഴുവൻ ആളുകൾ ഓടിയോ. എത്ര പാതിര നേരായാലും CHന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പിരിഞ്ഞു പോകും. CHന്റെ പ്രസംഗം എടുത്തു ചന്ദ്രഗിരിച്ചു വരും. അത് വായിക്കലാണ് എൻ്റെ പ്രധാന പരിപാടി. എത്ര പോരം കഥകളാണ്, എത്രയെത്ര യാത്രകളാണ്, എത്ര വലിയ കാര്യങ്ങളാണ്. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. CH മന്ത്രിയായപ്പോഴാണ് ഇതിന് തറക്കല്ലിട്ടത്. അതൊരു നിയ്യത്തായിരുന്നു. നാടിന്റെ മുഖത്തായ മാറ്റാനുള്ള നിയ്യത്ത്. നെയ്യത്ത് നന്നായാല് ഒക്കെ നന്നാവുന്നാണല്ലോ. അങ്ങനെ വരട്ടെ. അപ്പൊ CH കാരനാണല്ലേ എന്റെ മോളൊക്കെ പഠിച്ച് ടീച്ചറായത്? ഇത് വന്നതുകൊണ്ടല്ലേ ഓലൊക്കെ പഠിച്ച് വലിയ പ്രൊഫസർമാരായത്. ആരുടെ മുമ്പിലും തലകുടിക്കാതെ ഇഷ്ടത്തോടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് ആത്മാഭിമാനികൾ. സമുദായത്തിന് കിനാവ് കാണാൻ കഴിയാത്ത കാര്യങ്ങളാ ആ കാലത്ത് CH പറഞ്ഞത്. കയ്യിൽ പച്ചക്കൊടിയും പിടിച്ച് തലയെ തൊപ്പിവിട്ട് നടന്നാല് പഞ്ചായത്ത് മെമ്പറാവാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ പോലെ മുമ്പിൽ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയാവാന്ന് തെളിയിച്ചു കൊടുത്തില്ലേ നമ്മുടെ CH. ജീവിതത്തിൽ ഒരിക്കലും വെറുവാക്ക് പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ നേതാവ്.